91 വയസ്സ് പിന്നിട്ട ജോയി തോട്ടാൻ എന്ന സംഗീത സംവിധായകനെ നമുക്ക് പരിചയമില്ലെങ്കിലും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഒട്ടനവധി ഭക്തിഗാനങ്ങൾ നമ്മുടെ നാവിൽ തത്തിക്കളിക്കുന്നുണ്ടാകും. ഓസ്തിയിൽ വാഴും ദൈവമേ എന്ന ഗാനം മാത്രം മതി ആ പ്രതിഭയെ ഓർമ്മിക്കാൻ. പിന്നിട്ട പാട്ടിൻ്റെ വഴികളെക്കുറിച്ച് ജോയി തോട്ടാൻ സൺഡേ ഷാലോമിനോട് സംസാരിക്കുന്നു. കൊച്ചുനാളിലെ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങൾ. പള്ളികളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പാട്ടുകൾ പെട്ടെന്ന് വളരെ ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഉടനെ അത് മനസ്സിലേക്ക് പിടിക്കാനും കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു നല്ല താല്പര്യം തോന്നിയിരുന്നു ആ പാട്ടുകളോട്. വളരെ ചെറിയ പ്രായമാണ്, 7 വയസ്സ് മറ്റുണ്ടായിരുന്നു അറിഞ്ഞൂടാ. പോയി ആ പാട്ട് വീട്ടിൽ വന്നിട്ട്, വീട്ടിലൊരു ചെറിയൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു പണ്ടത്തെ, അതങ്ങ് പ്ലേ ചെയ്ത് തുടങ്ങി. അത് എനിക്കെന്നെ വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. ചെറിയ പാട്ടാണ്, പള്ളിപ്പാട്ട്, അങ്ങനെയാണ് ആരംഭം. അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ, അപ്പന് പാട്ടിന് വലിയ താല്പര്യമായിരുന്നു, വലിയ പാട്ടുകാരനൊന്നും അല്ലായിരുന്നു. അപ്പോൾ അപ്പൻ പലപ്പോഴും എന്നെ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഹാർമോണിയം വായിക്കാനായിട്ട് പറയും. ആക്ച്വലി പാട്ട് എഴുതുന്നതല്ല കൂടുതൽ, ഞാൻ സംഗീതം കൊടുക്കുന്നതാണ് പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സംഗീതം പലരും എഴുതിത്തരും, അങ്ങനെ ഞാൻ ട്യൂൺ ചെയ്യും, അതിന് നല്ല ഈണങ്ങൾ പകർന്നു കൊടുക്കും. അതാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. വളരെ കുറച്ച് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുമുണ്ട്. ആദ്യം ഒരു LP റെക്കോർഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ മലങ്കര ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പിതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെ. അദ്ദേഹം നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഭക്തിഗാനങ്ങൾ ധാരാളം ഉണ്ടാക്കുവാനായിട്ട്. അങ്ങനെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഗാനമാണ് ആദ്യമായിട്ട് എൻ്റെ റെക്കോർഡഡ് സോങ്. അത് പാടിയത് പി സുശീലയായിരുന്നു, അന്നത്തെ ഏറ്റവും നല്ല സംഗീതം ആയിരുന്നു പി സുശീല ഗായികയായിരുന്നു. ആ പാട്ട് ഇതാണ്, യേശുവേ ജീവനാഥ എന്നാണ് അതിൻ്റെ ആരംഭം തുടങ്ങുന്നത്. ആ പാട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ റെക്കോർഡഡ് സോങ്. പ്രത്യേകിച്ച് ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ പാടാനുള്ള ചില പാട്ടുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ ട്യൂൺ ചെയ്ത ഈ കുരിശിൻ്റെ പാതയിൽ എന്നുള്ള ആ ഗാനം. ആ ഗാനം ഞങ്ങൾ ട്യൂൺ ചെയ്തത് വിൻസെൻ്റ് തോമസ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് അത് പാടിയത്. ഞങ്ങളത് HMV റെക്കോർഡിങ്ങിനാണ് പോയി പാടിയത്, അത് മദ്രാസിൽ. വരികൾ ഒരു PK സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ വരികൾ എഴുതി തന്നത്. ആ വിൻസെൻ്റ് തോമസ് എന്നുള്ള ആ ഗായകൻ അത് പാടി മദ്രാസിലെ സ്റ്റുഡിയോയിൽ പാടിക്കഴിഞ്ഞ് എല്ലാവിധ വികാരത്തോടും കൂടെ, ദുഃഖ പാരവശ്യത്തോടു കൂടെ അത് പാടി. ഈ കുരിശിൻ്റെ പാതയിൽ എന്നുള്ള ആ ഗാനമാണ് അന്ന് പാടിയത്.
അത് പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെള്ളം നിറഞ്ഞിരുന്നു. ഇത് ഞാൻ കണ്ടതാണ്. വളരെയധികമൊന്നുമില്ല, ഒരു 350-400 ഗാനങ്ങളുടെ അടുത്ത് വരും എന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ ഗാനങ്ങൾ. പിന്നെ കൂടാതെ ഞാൻ തന്നെ പക്ക പ്രൊഫഷണൽ ഭക്തി സംഗീതത്തിലും ഉണ്ടായിരുന്നില്ല. സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി. സൈഡ് ബൈ സൈഡായിട്ട് ഈ ഭക്തി ഗാനവും അതുപോലെ തന്നെ ലളിതഗാനത്തിലും ധാരാളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ കുറച്ച് ചെയ്യാനിട വന്നിട്ടുള്ളൂ. മാക്സിമം ഒരു 400 പാട്ടുകളോളം ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. പരിശുദ്ധം പരിശോഭനം പ്രശാന്തം പരിശുദ്ധ ദൈവത്തിൻ സന്നിധാനം. അതായത് ഈ ഭക്തിഗാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭക്തിരസം തീർച്ചയായിട്ടും ഉണ്ടാകണം. പലപ്പോഴും ഇപ്പോൾ ഈ ഭക്തിരസം വളരെ കുറഞ്ഞാണ് പലതിലും കാണുന്നത്. അപ്പോൾ ആ ഭക്തിരസം ചോർന്നു പോകാതെ ഉള്ള ഭക്തിഗാനങ്ങൾ വേണം ഉണ്ടാവാൻ. തന്നെയല്ല, ആ നല്ല രചനകൾ, നല്ല ആശയങ്ങൾ, രചനാ സമ്പന്നമായിട്ടുള്ള രചനകൾ, അത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്, ഘടകം തന്നെയാണ്. അത് രണ്ടും നോക്കേണ്ട ഘടകങ്ങൾ തന്നെയാണ്. പാട്ട് ട്യൂൺ ചെയ്യുക അല്ലെങ്കിൽ പാട്ട് രചന, ഇതിന് രണ്ടിനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന രചനയും അതുപോലെ തന്നെ സംഗീതവും ഇത് രണ്ടും ഒത്തുചേർന്ന് ഹൃദയത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല ഈണങ്ങളും നല്ല സൃഷ്ടികളും ഉണ്ടാവുന്നു. ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും വേണം. വളരെയധികം ചെയ്യാറില്ല ഈ അടുത്തൊന്നും. എങ്കിലും ഈ പ്രായമായതിനു ശേഷവും 2-3 പാട്ടുകൾ ഈയിടെ ചെയ്തു. അതിൽ ഏറ്റവും ഒടുവിൽ ചെയ്തത് ഈ മരിയ കോലടി എന്ന് പറഞ്ഞ നല്ല ഭക്തിഗാനങ്ങൾ പാടുന്നൊരു കുട്ടിയുണ്ട്. അത് ഈ ഷാറാം ടി വിയിലൊക്കെ ഒത്തിരി പാടിയിട്ടുള്ള കുട്ടിയാണ്. കാൻഡിൽസ് ബാൻഡിൽ ഒത്തിരി പാടിയിട്ടുള്ള കുട്ടിയാണ് മരിയ കോലടി. അത് ഭക്തിമയമാണ്. അത് ആ കുട്ടിയുടെ വോയിസും റെൻഡറിങ്ങും. ആ കുട്ടി എൻ്റെ ഒരു പാട്ട് ഈയിടെ റെക്കോർഡ് ചെയ്തതാണ്. അത് ഞങ്ങളെ നയിക്കണ യേശു നായക എന്നുള്ള ഒരു ഗാനമാണ്. ആ ഗാനം പ്രശസ്ത ധ്യാനഗുരുവും രചയിതാവുമായ ബേബി ജോൺ കലയന്താനിയാണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. നല്ല ഒന്നാന്തരം രചനയായിരുന്നു അത്. എല്ലാം കൂടെ ഒത്തു വന്നിരിക്കുന്ന ഒരു ഗാനമാണത്. ധാരാളം ഗാനങ്ങൾ ഉണ്ടായി വന്നെങ്കിലും ഏറ്റവും ഒടുവിലാണ് കുറച്ച് പുരസ്കാരങ്ങളൊക്കെ നമ്മൾ തേടിയെത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരു പുരസ്കാരം കിട്ടിയത് നമ്മുടെ ഇവിടെ MCBS കലാഗ്രാമം, കലകളെ പോഷിപ്പിക്കാനായിട്ടൊരു നല്ലൊരു പ്രസ്ഥാനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് MCBS കലാഗ്രാമം. അവരുടെ ഒരു വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു പുരസ്കാരം, സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരം, അത് ബസേലിയസ് ക്ലീമീസ് പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് അന്ന് അത് വാങ്ങാനിട വന്നിട്ടുള്ളത്. അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. പിന്നീട് 2006 തോന്നുന്നു ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനം, 118ാം അതിരൂപതാ ദിനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന്
അതിരൂപത പുരസ്കാരം വാങ്ങാനിട വന്നത് അന്നത്തെ യശസ്വരീനായ എത്രയും അഭിവന്യ പൗത്തിൽ പിതാവ് തിരുമേനിയുടെ കയ്യിൽ നിന്നാണ്. അതിനുശേഷം നമ്മുടെ വലിയ സുപ്രസിദ്ധ ധ്യാനഗുരുവായ തുമ്പച്ചിറയിലച്ഛൻ ഫാദർ ഷാജി തുമ്പച്ചിറയിൽ, അദ്ദേഹം നേതൃത്വം നൽകുന്ന സിവിലിയൻസ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ സിസീലിയൻ അവാർഡ് 2016 എൻ്റെ ഓർമ്മ. ആ ഒരു അവാർഡ് അന്ന് ലഭിച്ചത് അതും പെരുന്തോട്ടം പിതാവിൻ്റെ പക്കൽ നിന്നായിരുന്നു. പിന്നെ ഏറ്റവും ഒടുവിൽ ഈ 2022 തോന്നുന്നു ഏറ്റവും ഒടുവിൽ KCBC അവാർഡ്, അത് നമ്മുടെ ഓൾ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ൻ്റെ വകയായിരുന്നു. അവരുടെ മീഡിയ അവാർഡായിരുന്നു അത്, അവാർഡ് ഓഫ് എക്സലൻസ്. അത് 2022 തോന്നുന്നുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയത്. ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമാണ്. എൻ്റേതായിട്ടുള്ള കഴിവ് ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.